ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലത്തെ പരിപാവനമായ ഒരു ക്ഷേത്രാങ്കണമാണ്. അവിടുത്തെ വഴിപാടുകളെക്കുറിച്ചോ പ്രതിഷ്ഠയെക്കുറിച്ചോ അല്ല വിഷയം. ആ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് 100-ൽ കൂടുതൽ അസ്ഥികൂടങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു എന്നതാണ് ആരോപണം. ചുമ്മാ ഇവിടെ നിന്നോ ആരോ പറഞ്ഞ ആരോപണങ്ങളല്ല. ആ 100-ൽ പരം അസ്ഥികൂടങ്ങൾ കുഴിച്ചിട്ട വ്യക്തി തന്നെയാണ് ഇവിടെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. എന്താണ് ധർമ്മസ്ഥലത്ത് സംഭവിച്ചത്? ആ അസ്ഥികൂടങ്ങൾ ആരുടേതൊക്കെയാണ്? ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത്, അതിലെ ഒരു സംസ്ഥാനത്തിൽ ഇതുപോലൊന്ന് സംഭവിച്ചിട്ട് ചെയ്യേണ്ടവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കുറ്റസമ്മതം നടത്തിയവർക്കും മരണപ്പെട്ടവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഇത് കഴിഞ്ഞുപോയ വിഷയമാണ്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവർ എവിടെയെന്ന് പോലും അറിയാതെ പതിറ്റാണ്ടുകളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ഇത് നൽകുന്നത് ഒരു പ്രതീക്ഷയാണ്. നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കുമോ, കുറ്റവാളിയെ കണ്ടെത്തുമോ എന്ന് തുടങ്ങി സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കെ ധർമ്മസ്ഥലത്തെക്കുറിച്ച് അറിയാത്തതും അറിയേണ്ടതുമായ ചില വിഷയങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്.